സുഹൃത്തുക്കളെ നമസ്കാരം. ജയിലിലെ തടവുകാർക്ക് വേതനം കൂട്ടിയതിനെപ്പറ്റി ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടാഞ്ഞ്. പോട്ടെ, നമ്മുടെ വീഡിയോ ഒന്നും അധികം പേര് കാണുന്നില്ല, നമ്മൾ 100-500 പേര് കാണും, അത് മതി. അപ്പം ഞാനിപ്പോൾ പറയാൻ വരുന്നത്, ഇന്നിപ്പോൾ ഒരു ചർച്ച കണ്ടു. നമ്മുടെ എല്ലാവരും ബഹുമാനിക്കുന്ന മുൻ DGP ആയിട്ടിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറ് പറയുന്നത്, ഇത് മറ്റുള്ളവരുടെ ഇതുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തരുത്, അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഞാനിരിക്കുമ്പോൾ ഇത്ര കൊടുത്തു, ഇതൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തെ പോലുള്ളവർ ഇതിനെ ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിലെ സ്ഥിതി എന്താവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരൊന്നും വിദേശ രാജ്യങ്ങളിലൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി. രാവിലെ അങ്ങോട്ടിറങ്ങി നൈജീരിയയിലും കാണിക്കുന്ന പോലെ ആരുടെയെങ്കിലുമൊക്കെ പേഴ്സും ഒക്കെ തട്ടിപ്പറിക്കുക. നൈജീരിയയിലോ അതുപോലെ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ ഉണ്ട് ഒത്തിരി, തട്ടിപ്പറിക്കുക. അത് പോലീസുകാരെ തന്നെ അവർക്ക് ആയുധം കൊടുത്ത് വിടുന്നത് ഇതൊക്കെ പിടിച്ചു പറിക്കാനായിട്ട്. എന്നിട്ട് ചെല്ലുന്നവരെ പിടിച്ചു പറിച്ചു, അവർക്കെതിരായിട്ടൊരു കേസുണ്ടാകും, അവർ സുഖമായിട്ട് ജയിലിൽ കിടക്കും. ശാപ്പാട് ഫ്രീ, കിടക്കാൻ സുഖമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇറങ്ങി പോകുമ്പോഴത്തേന് ഇഷ്ടം പോലെ പൈസയും. ഇതിൽ കൂടുതൽ എന്തോ വേണം? അതുകൊണ്ട് കുട്ടികളെ, ഇവിടുത്തെ വരും തലമുറയെ വരും തലമുറ എന്നല്ല, കേരളത്തിനെ ഇത്രമാത്രം വഷളത്വത്തിലേക്കോ അല്ല അധപ്പതിക്കാനായിട്ടോ ആക്കാനായിട്ട് ഈ സർക്കാർ തീരുമാനിച്ച് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെന്തോ ചെയ്യാം? അതിന് ഈ അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവർ ന്യായീകരിക്കാനുമുണ്ട്. എന്തോ പറയാനാ, കലികാലമല്ലാതെ ഇതിൽ കൂടുതലൊക്കെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല ഇതിനെപ്പറ്റി. ഇതൊക്കെ നാട്ടുകാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് ഒരിക്കലും നമ്മളെപ്പോൾ സാധാരണക്കാർക്ക് ന്യായീകരിക്കാനൊക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.